ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണ് അപ്പോൾ രാവിലെ തന്നെ ഉഴുന്നുവട ഉണ്ടാക്കുന്നതെന്ന് ആരും വിചാരിക്കത്തെ. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കൊടുത്തു വിടാനാണ്. മോനിന്ന് ഉഴുന്നുവട മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വടയും ചമ്മന്തി. അങ്ങനെ ഞാൻ മോന് കൊടുത്തു വിടാനുള്ളത് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയത് ലാസ്റ്റത്തെ രണ്ടെണ്ണമാണേ. അതും കൂടെ ഉണ്ടാക്കി മാറ്റിയിട്ട് വേണം. നമുക്കിനി ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്ന് വട ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടെ ഞാൻ ഉണ്ടാക്കിയതാണ്. മോന് കൊടുത്തു വിടാനും പിന്നെ ഇവർക്ക് ഇവിടെ കഴിക്കാനും കൂടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഗോതമ്പ് ദോശയുണ്ട്. അപ്പോൾ ചമ്മന്തി ഉള്ളത് കൊണ്ട് ദോശയ്ക്കും എടുക്കാം, ഉഴുന്നുവടയും കഴിക്കാമല്ലേ. അങ്ങനെ ഉഴുന്നുവടയെല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കൊടുത്തു കേട്ടോ. മോന് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ബാക്കി വന്ന ചമ്മന്തിയാണിത്. പിന്നെ ചോറ് കൊടുത്തു വിടണം. ചോറ് കൊടുത്തു വിടാനായിട്ട് ഉള്ളിത്തണ്ട് തോരൻ വയ്ക്കാൻ പോയാണ്. പിന്നെ ചേമ്പും തക്കാളിയും കൂടെ ഒരു അരച്ചു കൂട്ടുകറി, അപ്പോൾ അതും കൂടെ ചെയ്യണം. പിന്നെ ഇന്നലെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മോന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മാത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ മതി ഇന്നത്തെ ചോറിനുള്ള കറികൾ. അപ്പോൾ ഉള്ളിത്തണ്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തോരനും കൂടെ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ കറികളൊക്കെ എല്ലാം ആയിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് കൊടുത്തു വിടണമല്ലോ, 7:30 ആയപ്പോൾ പോകണമായിരുന്നു. അങ്ങനെ ചേമ്പ് കറി എടുത്ത് പാത്രത്തിലെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വീഡിയോയിൽ കാണിച്ചത്. അങ്ങനത്തെ മോൻ പോകാനായിട്ടൊക്കെ ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അമ്പലത്തിലേ കാണിച്ചുള്ളൂ. അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവമായതുകൊണ്ട് അമ്പലത്തിൽ നിന്നുള്ള കൊട്ടും മേളവും ശബ്ദങ്ങളെല്ലാം കയറി വരാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശബ്ദങ്ങളൊക്കെ കയറി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. റോഡ് അടുത്തുണ്ട്, റെയിൽവേ ക്രോസും ഒക്കെ അടുത്തുണ്ട്. അങ്ങനെ കുറേ ശബ്ദങ്ങൾ. പിന്നെ പോരാത്തതിന് പൂച്ചയും പട്ടിയും കിളികൾ അങ്ങനെ എല്ലാ ശബ്ദങ്ങളും കയറി വരും. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ. വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് മേക്കിങ് കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. സംസാരിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് താലിയാർത്തും മഹോത്സവമാണ് അമ്പലത്തിലെ. അപ്പോൾ കുറച്ച് ജോലികൾ കൂടെ ഉണ്ട്. തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോകണം. അങ്ങനെ പിന്നെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ടെറസിൽ വന്നിട്ട് തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉജാല മുക്കി ഇടാനുള്ള കുറച്ച് തുണികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് മുക്കിയെടുത്ത് അഴയിൽ വിരിച്ചിട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് വരുമ്പോൾ അത് ഉണക്കി മടക്കി എടുക്കാമല്ലോ. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് അമ്പലത്തിൽ തന്നെ ഭക്ഷണമുണ്ട്. താലിയാർത്തിൻ്റെ അന്ന് കഞ്ഞിയും കുഴയും ചോറും പായസം അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ വകയായിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാം. പിന്നെ ചേട്ടായിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ചേട്ടായി വന്നില്ല. ഞാനും അനുവും കൂടെയാണ് പോകാനായിട്ടിരുന്നത്. അപ്പം അനിയത്തിയും മോനും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ റെഡിയാകണ സമയത്തിനുള്ളിൽ അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളിലാണ് ബാക്കിയുള്ള ജോലികളും കൂടെ ഒക്കെ ഒന്ന് തീർത്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ചേട്ടായിയുടെ കൂടെ ചേർത്തല ഹോസ്പിറ്റലിൽ നമുക്ക് പോകണമല്ലോ. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പിന്നെ വേറെ പണികളൊന്നും നടക്കത്തില്ല. അവിടെ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. ഒരു 3 മണിയാകുമ്പോൾ തന്നെ നമുക്ക് പോകണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്പലത്തിൽ ഉത്സവമാണ്. നമ്മുടെ തൊട്ടടുത്താണ് അമ്പലം. നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ഇന്ന് താലിചാർത്ത് മഹോത്സവമാണ്. അപ്പോൾ കുട്ടികളെല്ലാവരെയും ചിക്കറിയിരിക്കുന്ന കുട്ടികളെല്ലാവരും ദേവിയെപ്പോലെ അണിയിച്ചൊരുക്കുന്ന ഒരു ദിവസമാണിന്നേ. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാകും അമ്പലത്തിൽ. അങ്ങനെ ഒരുപാട് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. നമുക്ക് ഇന്ന് ദർശനത്തിനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല. കാര്യം വെച്ചാൽ നല്ല തിരക്കുണ്ട്. അഴിയിലൂടെയൊക്കെയാണ് ഇന്ന് ആൾക്കാരെ അകത്തേക്ക് കടത്തിവിടുന്നത്. പിന്നെ നമ്മളൊക്കെ നാട്ടുകാരല്ലേ, അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ദർശനത്തിനായിട്ട് പോകാമല്ലോ. പിന്നെ അകലെയുള്ളവർ വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മാറിക്കൊടുക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങിയതേ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അനിയത്തിയും മോനും ഉണ്ട്, ഞാനും അനുവും. അപ്പോൾ മോളില്ല ഇവിടെ കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കോളേജിൽ നിന്ന് ടൂറ് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 4 പേരും കൂടെയാണ് പോകുന്നത്. മോൾക്ക് അതുകൊണ്ട് ഇന്ന് വരാനും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ വന്ന് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും കൂടെ നമുക്ക് കാണാം.
നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ. തിരക്കൊഴിഞ്ഞ ആളൊഴിഞ്ഞ ഭാഗത്ത് ഞങ്ങൾ മാറി നിന്നതാണ്. പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്തേക്കൊന്നും ആദ്യമൊന്നും നമുക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത്. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കുറേയൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോവുകയാണേ. ഭക്ഷണം ഓരോരുത്തരുടെ വകയായിട്ടാണ് ഇങ്ങനെ താലിയാർത്തിൻ്റെ അന്ന് കൊടുക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലായിട്ട് കൊടുക്കും. കഞ്ഞിയും കോഴിയും കൊടുക്കുന്നവരുണ്ട്, ചോറ് കൊടുക്കുന്നവർ, പായസം, പിന്നെ നാരങ്ങ വെള്ളം കൊടുക്കുന്നവർ, മോരും വെള്ളം, അങ്ങനെ ഓരോരുത്തരുടെ വകയായിട്ട് പ്രസാദം കൊടുക്കും. അപ്പോൾ നമ്മൾ ചോറാണ് വാങ്ങി കഴിച്ചത്. അപ്പോൾ നമുക്ക് ചോറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്യൂവിൽ നിന്നിട്ട് വേണം വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 2:30 ആകാൻ പോണു വീട്ടിലേക്ക് വരുമ്പോഴേ. പിന്നെ ഇനി വീട്ടിൽ ചെന്നിട്ട് 3 മണി കഴിയുമ്പം ചേർത്തലേക്ക് പോകണം. കാലിചാർത്തായത് കാരണം അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ നമ്മുടെ റെയിൽവേ ക്രോസിനടുത്ത് വന്നപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞ് ഇവിടെ ബ്ലോക്കാണല്ല, എനിക്ക് പോയിട്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഒരു അധികം നടപ്പില്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ പച്ച ഫ്രോക്ക് ഇട്ട് അരളിപ്പൂവൊക്കെ തലയിൽ വെച്ചിട്ട് പോണത് ആരാണെന്നറിയാമോ? നമ്മുടെ അനുക്കുട്ടിയാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് വാങ്ങി വെച്ചതാണ് തലയിരിക്കുന്ന പൂവേ. അരളിപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അരളിപ്പൂ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ വേണ്ട, അരളിപ്പൂ മതിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് ഞാൻ വാങ്ങിച്ച് തലയിൽ വെച്ച് കൊടുത്താണ്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇഷ്ടമായോ? അപ്പോൾ ദേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. നാരങ്ങ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിച്ച് ഞങ്ങളിവിടുന്ന് പോയപ്പം അനിയത്തിയും മോനും ഒക്കെ ആയിട്ട് ഒരുമിച്ച് പോയെങ്കിലും അവിടെ ചെന്നിട്ട് പിന്നെ അവരവിടുന്ന് അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കഴിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ അതിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ വീണ്ടും ചേർത്തലേക്ക് പോയി. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നമ്മൾ തിരുമലിന് എല്ലാ ദിവസവും പോകുന്നതല്ലേ, അങ്ങനെ ഇന്നും പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങളത് അങ്ങോട്ട് പോവുകയാണ്. പോയിട്ട് തിരിച്ച് വരുന്ന വഴി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ചെമ്മീനും വാങ്ങിച്ച് അയിലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയില ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് മാങ്ങ ഇട്ട് കറി വയ്ക്കാൻ പോവുകയാണേ. പിന്നെ ചെമ്മീൻ നാളത്തേക്കാണ്. നാളെ മോന് ചോറ് കൊടുത്തു വിടണമെങ്കിൽ കറിക്ക് എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെമ്മീനും കൂടെ വാങ്ങിയത്. അപ്പോൾ ചെമ്മീനും കൂടെ മുരിങ്ങക്കോലും മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെച്ച് വെക്കുകയാണ്. അപ്പോൾ അത്രയും ജോലി നാളെ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ അത് കറി വെച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ 3-4 പപ്പടം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുത്തേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.